യു.എസിൻ്റെ ഗാസ വെടിനിർത്തൽ പദ്ധതിയിൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ 3-4 ദിവസം നൽകുമെന്നാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ, അറബ് നേതാക്കൾ പദ്ധതി അംഗീകരിച്ചെന്നും ഹമാസിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഹമാസിന് പ്രതികരിക്കാൻ ഏകദേശം 3-4 ദിവസങ്ങൾ ഉണ്ട്. ഹമാസ് പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ വളരെ ദുഃഖകരമായ അന്ത്യമായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് ഭീഷണി മുഴക്കി. സമാധാന പദ്ധതിയിൽ ചർച്ചകൾക്കിടമുണ്ടോ എന്ന ചോദ്യത്തിന് അധികമൊന്നുമില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഒപ്പ് മാത്രമേ ഉള്ളൂ. അവർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആ ഒപ്പിന് വലിയ വില നൽകേണ്ടി വരും. അവർ സ്വന്തം നന്മയ്ക്കായി ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. പദ്ധതിയിൽ ഹമാസിൻ്റെ പ്രതികരണം കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ. ട്രംപിൻ്റെ പദ്ധതിയെക്കുറിച്ച് ആരും തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു. നിരായുധീകരണ ആവശ്യം ഹമാസ് അംഗീകരിക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. മേഖലയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന കരാർ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ഹമാസിൻ്റെ നിലപാട്. യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് പദ്ധതിയെന്നാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഗാസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണം ഉണ്ടാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയെ സൈനികമുക്തമാക്കുകയും ചെയ്യും. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം മറക്കില്ലെന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകി. ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനമുണ്ടാകില്ലെന്ന് ആ ദിനത്തിനു ശേഷം ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപിനെ പോലെ നെതന്യാഹുവും പറഞ്ഞത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. 8 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ആത്മാർത്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി പ്രസ്താവനയിൽ പറയുന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൽ അംഗമാകും. മറ്റംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് അറിയിച്ചു.